വിളിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഒരുപക്ഷെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായത്. മനുഷ്യന് ഇത്രയും ധൈര്യം നൽകുന്നൊരു സംഭവമുണ്ടോ? നമ്മളൊക്കെ മുങ്ങിപ്പോവില്ലെന്നൊക്കെ കർത്താവ് ഒരു ഉറപ്പ് തരിക ഈ വചനത്തിൽ. നമ്മൾ മുങ്ങിപ്പോവില്ല. ദൈവങ്ങളെ വലിയ വലിയ കൊടുങ്കാറ്റും, എന്തുമാത്രം കൊടുങ്കാറ്റാണ് മനുഷ്യ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത്. വലിയ കൊടുങ്കാറ്റുകളിൽ പെട്ട് കിടക്കുന്ന മനുഷ്യർ, എത്ര വലിയ തിരമാലകളാണ് നമ്മൾ ഉയർത്തി താഴ്ത്തുന്നത്. ഹല്ലേലൂയ. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരന്തങ്ങൾ. ഒരു കൊടുങ്കാറ്റിന് മുമ്പ് എന്ത് ചെയ്യാൻ കൈവീശാൻ പറ്റുമോ? തുഴക്കോല് ഉയർത്തി കാണിച്ചിട്ട് കാര്യമുണ്ടോ? നിനക്ക് ആയുധങ്ങൾ, നീ നിരായുധനായി നിൽക്കുമ്പോ ഒന്നുമില്ല, കർത്താവേ ഒറ്റ ആയുധ കൈ ഉയർത്തി, കർത്താവേ ഞങ്ങൾ നശിക്കുന്നേ. അവിടെ കർത്താവ് ഒരു രഹസ്യം പഠിപ്പിക്കുക ഇത് കേട്ടോ. ഇതന്നാ വള്ളത്തിൽ ഒരു ദിവസം, ഇത് നിന്റെ ജീവിതമാണ് കൊച്ച്. ഇറ്റ് ഈസ് എവരി ഡേ. ഇത് ഓരോ ദിവസവും. വയറ്റിലൊരു വേദന വരുന്നില്ലേ, അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ. നെഞ്ചിലൊരു വേദന തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ല, അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ. വയറ്റിൽ ഇങ്ങനെ പിടിച്ചിട്ടൊരു മുഴ പോലെ തോന്നുന്നില്ലേ, അതിന്റെ കാര്യം പറയുന്നത്. കൊച്ചു പറഞ്ഞില്ലേ കല്യാണം വേണ്ടെന്ന്, ഏതോ ഒരു തന്നെ ഇഷ്ടമാന്ന്, വേറൊരു ജാതിപ്പെട്ടതാ ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ, അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ. ബാങ്കുകാർ വിളിച്ചിട്ട് പറഞ്ഞില്ലേ 30-ാം തീയതിക്കുള്ളിലാണ്, ഇന്ന് 30 ഇന്നാ, ഇന്നലകം അടച്ചില്ലെങ്കിൽ നാളെ കൂടി നോട്ടീസ് ഒട്ടിക്കുന്നു പറഞ്ഞില്ലേ, അതിന്റെ കാര്യമായി പറയുന്നത്. കടൽ കണ്ടിട്ടില്ലാത്തവരോട് കടലിനെ കഥ വായിച്ചിട്ട് കാര്യമില്ലെന്ന് കർത്താവിന് അറിയാന്നേ. കടലെ തൊട്ടു നോക്കിയിട്ട് പോലും ഇല്ലാത്തവരോട് കടലിന്റെ കഥ. പക്ഷെ നിന്റെ ജീവിതമാണ് ചെയ്ത്. ബൈബിളിലെ കടല് ഒരു ദുരന്തത്തിന്റെയൊക്കെ അടയാളമാണ്, ഒരു പ്രതിസന്ധിയുടെയും ഒരു തടസ്സത്തിന്റെയും ഒരു പ്രശ്നത്തിന്റെയൊക്കെ അടയാളമാണ്. ഈ വെള്ളത്തിൽ ചവിട്ടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ചിലര് കടലിൽ ആത്മഹത്യ ചെയ്യാൻ പോകും, ചിലര് ഈ കടലിൽ ഇറങ്ങി നിൽക്കുക. മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇന്ന് ഇടപെടുക. ഇനിയൊരു രഹസ്യം കാണണം നിങ്ങൾക്ക്. ഈ കടലിനെ സൃഷ്ടിച്ചത് ദൈവമാണ്. പിന്നീട് മുഴുവൻ ഇങ്ങനെ ഈ കടലിനെ ഒരു ദുരന്തമാടി ഇത്രയും കടലിനെ സൃഷ്ടിച്ച ദൈവമാണ്. ഈ കാറ്റിനെ സൃഷ്ടിച്ചതോ അതും ദൈവം. ഈ ഇടിമിന്നലിനെ സൃഷ്ടിച്ചത് അതും ദൈവം. ഹലോ, ഹല്ലേലൂയ. ദൈവം, നിന്റെ ജീവിതത്തിൽ വീശുന്ന കാറ്റ് ദൈവം അയച്ച കാറ്റാ. നിന്റെ ജീവിതത്തിൽ വീശുന്ന പ്രതിസന്ധികൾ ദൈവം അയച്ച പ്രതിസന്ധികളാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അനുവദിച്ചതാ മക്കളെ. Can you believe? എന്നിട്ട് നിനക്ക് ദൈവത്തിന് സ്തുതി ആമേൻ പറയാൻ പറ്റുമോ? നിന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ, ദുരന്തങ്ങളിൽ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് വിതുമ്പി ആ ചേച്ചി കുറച്ചു മുമ്പ് ഇവിടെ നിന്നത്, എന്നിട്ട് പറഞ്ഞ കഥ പിടി കിട്ടിയോ? നിങ്ങളുടെ മക്കളെക്കാളും ഉയർന്നു നിൽക്കുന്ന 3 മക്കൾ എനിക്കുണ്ടെന്നാ ഈ ചേച്ചി ചുരുമ്പ് പറഞ്ഞത്. ഭാര്യയും ഭർത്താവുമുള്ള നിന്റെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് കിട്ടാത്ത കൃപ ഈ 3 കുഞ്ഞുങ്ങൾക്ക് കൊടുത്തെന്ന് അവര് പറഞ്ഞേച്ചു പോയത്. ഹല്ലേലൂയ. ദുരന്തങ്ങളൊക്കെ മനുഷ്യനിടുന്ന പേരാ മക്കളെ. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. അതേ മക്കളെ, ഒളിച്ചിരിക്കുന്ന അത്ഭുതത്തിന്റെ പേരാണ് ദുരന്തം. ഒളിച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ പേരാ സങ്കടം. ഹല്ലേലൂയ. ദൈവത്തെ ബലത്തോടെ കാണണം മക്കളെ, തോറ്റു പോകത്തില്ലടാ. സുവിശേഷം തീരുന്ന യോഹന്നാൻ ഈശോ പറഞ്ഞ് എഴുതി വെച്ചോളൂ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, ഞാൻ വിജയിച്ചിരിക്കുന്നു, രാജാതി രാജനായിട്ട് അവിടെ ഉയർന്നിരിക്കുന്നു, വാനമേഘങ്ങളിൽ അവിടെ ഉയർന്നു നിൽക്കുന്നു. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്തുവായിക്കൊള്ളട്ടാ.
എന്തോ ആയിക്കൊള്ളട്ടെ. കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യമല്ല മക്കളെ. ഈ പീഡാസഹനം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുരിശത്തൊട്ട് നമ്മളിത് കുരിശത്തൊട്ട് പൊത്തിക്കൊണ്ട് നടക്കുക. ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. നിന്റെ ജീവിതത്തിന്റെ സങ്കടമാടാ കൊച്ചേ ഈ കർത്താവിന്റെ സഹനം എന്നൊക്കെ പറയണേ. ഇന്ന് നീ കടന്നു പോകുന്ന ദുഃഖങ്ങള്, ഇന്ന് നീ കടന്നു പോകുന്ന വേദനകള്, ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് ചിലപ്പോൾ വന്ന് നിൽക്കുന്ന കാണാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല മോനെ. നഷ്ടപ്പെട്ട ഒരു ദൈവത്തിന്റെ ഒരു കൈ നീട്ടി വെച്ചിട്ടുണ്ട്. നീ കണ്ടുപിടിക്കുക. നിന്റെ ജീവിതത്തിലേക്ക് ദൈവം നീട്ടിയ ഒരു കൈയുണ്ട്. അതെ പിടിച്ച് കയറാൻ പറ്റും. അൾട്ടിമേറ്റ്ലി നോബഡി ഈസ് കണ്ടംപ്ഡ്. നശിക്കാനുള്ള വിധിയുള്ള ആരും ഇവിടെ ഇരിപ്പില്ല. ആമോസിന്റെ വചനം കേട്ടില്ലേ? തുടങ്ങിയത് എങ്ങനെയാ? നിങ്ങളെപ്പോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടുണ്ടോ? പറ. നിങ്ങളെപ്പോലെ ആരെയെങ്കിലും ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ? എനിക്കറിയാം മക്കളെ, നിങ്ങൾക്ക് 1000 കഥകൾ പറയാനുണ്ട്. 1000 കഥകൾ പറയാനുണ്ട്. ഇന്ന് രാവിലെ ഒരു ചേച്ചി ഒരു അച്ഛൻ്റെ അമ്മ സാക്ഷ്യം പറയുന്നത് കേട്ടു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും അനുഗ്രഹം കിട്ടുന്നുണ്ട് അത് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തണം. ബെഞ്ചയിൽ നിന്ന് ചേച്ചി ചാടി ആൾക്കാരെ കയറി വന്നു. വളരെ നിസ്സാരമായ കാര്യമാണ് പറയേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. രാവിലെ എഴുന്നേരുമ്പോൾ കാതേ കിടന്നൊരു കമ്മൽ കണ്ടില്ല. ഇത്രയുള്ള വിഷയം. ഈ ചേച്ചി പറയുകയാണ് ഒരു 25,000 രൂപ വരുമായിരിക്കും അതിന്, അല്ലെ ഒരു 25,000 അരപ്പവൻ്റെ കമ്മല. ചേച്ചി ചിന്തിച്ചെന്നറിയോ? വിദേശത്തൊക്കെ പോയിട്ട് 5-10 ലക്ഷം രൂപ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജോലി പോയി കഴിഞ്ഞാലോ അവർക്ക് 10 ലക്ഷമല്ലേ പോകുന്നത്. എനിക്ക് 25 പോയുള്ളൂ. സ്തോത്രം ദൈവമേ. 20 കൊല്ലം ഈ കമ്മലിൻ്റെ ചെവിയെ കിടപ്പുണ്ടായിരുന്നു. 20 കൊല്ലം ഞാൻ ഇട്ടുകൊണ്ട് നടന്നല്ലോ. സ്തോത്രം ദൈവമേ. അവങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് ജീവിതത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. മൈക്കെടുത്ത് വെച്ച് പാടിയിട്ടൊന്നും കാര്യമില്ല. പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് ഇങ്ങനെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ചേച്ചി നല്ല ചേച്ചിയാണ്. ആ വീട്ടിലെ കഥ ഞാൻ പറയാം. ആ വീട്ടിലെ കെട്ടിയോ 3 മണിക്ക് എഴുന്നേക്കും. ഒരു ചായ ഉണ്ടാക്കി ഭാര്യയ്ക്ക് കൊടുത്ത് 3:30 ചേട്ടത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കും. അങ്ങനെയുള്ള കെട്ടിയോന്മാർ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഇതൊന്നും അറിയാത്ത കെട്ടിയോന്മാർ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുക. ചില കെട്ടിയോന്മാർക്ക് രാവിലെ 8 മണി മുതലാണ് ദിവസം ആരംഭിക്കുന്നത്. 3 മണിക്കൊക്കെ ദിവസം ആരംഭിക്കുന്ന കെട്ടിയോന്മാരും ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. അവളെ ഈ മകള് പറയായിരുന്നു. അവരുടെ കഥ അങ്ങനെയൊക്കെയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യർ. ആ വീട്ടിൽ 90 വയസ്സിന് മുകളിലുള്ള പ്രായമായ 2 മാതാപിതാക്കളുണ്ട്, ഗ്രാൻഡ് പേരൻസ്. 4 തലമുറകൾക്ക് മുമ്പ് വീട്ടിൽ നിൽക്കുക. ഇപ്പം 1, 2, 3, 4 തലമുറയായി. അസ്ഥിക്കൊരു കേടുവില്ലെന്നേ. 92 വയസ്സും 94 വയസ്സും ഒക്കെയാണ് വല്യപ്പനും വല്യമ്മയ്ക്കും. അവങ്ങളെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ പ്രാർത്ഥനയുള്ള ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ അസുഖം വരത്തില്ല മക്കളെ. അവരുടെ ആയുസ് കൂടും. ചോറ് കിട്ടിയ അവിടെ ആക്രാന്തം കൊണ്ട് വായിരിക്കലിക്കാൻ മുകളിൽ കുരിശ് വരച്ച ഒരു സ്വകസ്നായ പിതാവ് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുക. ഹല്ലേലൂയ. അവർ 2 പേരും ഉണ്ട് വീട്ടിൽ. ചേച്ചി പറഞ്ഞ് ചുരുക്കി പറയാം. അവസാനം പറഞ്ഞ് ദൈവമേ അവിടെയൊക്കെ നോക്കിയാ കുളിയും പരിപാടിയൊക്കെ. ഇനി പള്ളിയിൽ പോകുമ്പോൾ എന്തായാലും ഒരു കമ്മലിട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. പോയത് തന്നെയാണ് കമ്മൽ. എന്നാൽ ശരിയെന്ന് വന്ന് ഊരി വെച്ചു. ഊരിയിട്ട് ഇറങ്ങുമ്പോഴേ പറയാം 3 മണിയാകുമ്പോൾ ആ വീട്ടിൽ മെഴുകുതിരി കത്തിക്കും. വെളുപ്പിന് 3 മണിക്ക് മെഴുകുതിരി കത്തിക്കുന്ന എത്ര വീടുകൾ ഇവിടെ ഇരിപ്പുണ്ട്. മിണ്ടിപ്പോകലാരും ആരും ആ ചേച്ചി കവലല്ലിയൊക്കെ പറഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല. 3 മണി നേരത്തെ കൃപയുടെ മണിക്കൂറിൽ ഉണർന്ന് വീട്ടിലൊരു മെഴുകുതിരി കത്തിച്ച് വെക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? എൻ്റെ മക്കളെ സ്വർഗ്ഗമൊക്കെ കത്തുന്ന എങ്ങനെയാന്ന് പിടികിട്ടിയോ? എൻ്റെ വീട്ടിൽ ഇരുട്ട് നിൽക്കാൻ കാരണം മനസ്സിലായോ? മെഴുകുതിരി കത്തിക്കേണ്ടപ്പം മെഴുകുതിരി കത്തിക്കണം. മെഴുകുതിരി കത്തിക്കണം. മെഴുകുതിരി കത്തിക്കണം. സ്തുതിപ്പുയരണ്ടപ്പോ സ്തുതിപ്പുയരണം. എല്ലാ ജീവിതങ്ങളും തകർന്നു പോയത് അങ്ങനെ തന്നെയാ മക്കളെ. മെഴുകുതിരി കത്തിക്കണം. മെഴുകുതിരി കത്തിച്ചില്ല. പ്രാർത്ഥിക്കേണ്ടപ്പോ പ്രാർത്ഥിച്ചില്ല. ദൈവവചനം മുഴങ്ങേണ്ടപ്പോ ദൈവവചനം മുഴങ്ങിയില്ല. കാറ്റും കോളും ഉണ്ടായപ്പോ മുഴങ്ങി. ശാന്തമാവുക. ദൈവത്തിന് സ്വരം മുഴങ്ങിയപ്പോ ആ കാറ്റുകോള് ശാന്തമായി. നമ്മുടെ ജീവിതങ്ങളിൽ
ഞാൻ ഓർക്കുക, എന്തുമാത്രം വിശുദ്ധനാണ് നമ്മുടെ ഈ മണ്ണിലൊക്കെ ഈ കൂട്ടത്തിലിരിക്കുന്നത്. ഞാനീ പറയുന്നതിനപ്പുറത്ത് യാത്ര ചെയ്യുന്നവർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് അച്ഛനറിയാം മക്കളെ. ഞാൻ നിങ്ങളെയൊക്കെ ആദരവോടുകൂടി തന്നെയാണ് കാണുന്നത്. എനിക്കറിയാം ഒരുപാട് വിശുദ്ധരായി കൂട്ടത്തിലിരിക്കുന്നത്. ദാഹിച്ച് വിശന്ന് വന്നിരിക്കുന്ന ദൈവമക്കൾ എൻ്റെ മുമ്പിലിരിക്കുന്ന എനിക്കറിയാം. ഹല്ലേലൂയ. ചാച്ചി പറയാ, അവസാനം ആ 3 മണിക്ക് കത്തിച്ച് തിരികെടുത്തിയിട്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പം 1 മണിക്കൂറോളം നടക്കണം, 1/2 മണിക്കൂർ 1 മണിക്കൂർ നടക്കണം പള്ളിയിലേക്ക്. ആ തിരികെടുത്താൻ തുടങ്ങുമ്പോൾ ഒരു തിളക്കം കണ്ടു താഴെ. നഷ്ടപ്പെട്ടു പോയ കമ്മൽ ദേ കിടക്കുന്ന അവിടെ. ചേച്ചി പറഞ്ഞു പറയാൻ കൊള്ളില്ല അച്ഛൻ, ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞല്ലേ ഒരു അനുഗ്രഹം കിട്ടി അത് പറയണമെന്ന്. ഉള്ളു കത്തി മക്കളെ. കമ്മൽ കിട്ടിയ നല്ല വിഷയം. കമ്മൽ കിട്ടാൻ മാത്രം ആ വീട്ടിലെ വെളിച്ചത്തിൻ്റെ കഥയാ വിഷയം. സത്യമായിട്ടും അതെ മക്കളെ. വെളുപ്പിന് 3 മണി കഴിഞ്ഞിട്ട് തിരി കത്തിച്ച് വെച്ച് ഒരു നൊവേനയോ ഇല്ലാനോ ഒരു കർണക്കൊന്തയോ ഇല്ലാനോ ഒരു ജപമാലയോ ഇല്ലാനോ പറ്റിയെങ്കിൽ നീ രക്ഷപ്പെട്ടു. ക്ഷീണമല്ലേ? എന്തൊരു ക്ഷീണമാണോ ക്ഷീണം പിശാചിന്റെ പ്രത്യേകതയാണ് മക്കളെ. ക്ഷീണം പിശാചിന്റെ പ്രത്യേകതയാണ്, പൈശാചികത്തിന്റെ പ്രത്യേകതയാണ്. ക്ഷീണമാണെന്ന് പറഞ്ഞാൽ പിശാചി കയറിയിട്ടുണ്ട്. ചിലപ്പോൾ ഷുഗർ കൂടി പ്രഷർ കൂടി മര്യാദ ജീവിക്കണമായിരുന്നു. അവങ്ങളെ ഈ ക്ഷീണം എന്നൊക്കെ പറഞ്ഞാൽ പിശാചാ മക്കളെ. മിണ്ടുന്നില്ല, എല്ലാം ക്ഷീണക്കമ്പനിക്കാരായിരിക്കും. ക്ഷീണം എന്നൊക്കെ പറഞ്ഞാൽ പിശാചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സാറിന് ഇച്ചിരി പോയി അവിടെ കിടക്കുന്നതാ. കഴിഞ്ഞ ചൊവ്വാഴ്ച അച്ഛന്മാർ പറഞ്ഞു, എനിക്ക് കിടക്കേണ്ടിയൊന്നും വന്നില്ല. എന്ത് കണ്ണടിച്ച കഴിഞ്ഞ ചൊവ്വാഴ്ച സാറിന്, അല്ലെങ്കിൽ ഇച്ചിരി 1/2 മണിക്കൂർ വൈകുന്നേരം ഒരു 3:30-4 ബെഞ്ചാ പോയി കിടക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ ക്ഷീണവും നിന്റെ ബാധ്യതകളും നിന്റെ പ്രശ്നങ്ങളൊക്കെ പിശാച. നിന്റെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ ശുശ്രൂഷ ഒരു തടസ്സം ഉണ്ടാവല്ലോ. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത് ഇപ്പൊ തീരുമാനം. വെളുപ്പിന് 3 മണിക്ക് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ തിരി കത്തിച്ച് വെക്കും. ആ സമയത്ത് ഹല്ലേലൂയ, വില കൊടുക്കാതെ. There's no cheap blessing മക്കളെ. ഓസിൽ എന്തെങ്കിലും കിട്ടുമെന്ന് ആരും വിചാരിച്ചാൽ ഓസിലൊന്നും കിട്ടത്തില്ല. നോ ചീപ്പ് ബ്ലെസ്സിംഗ് മക്കളെ. നീ വില കൊടുത്താൽ നീ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. നീ വില കൊടുത്താൽ നീ അനുഗ്രഹം പ്രാപിക്കും. നീ ത്യാഗപ്പെടുത്ത അനുഗ്രഹം പ്രാപിച്ചിരിക്കും. നീ കഷ്ടതകൾ അനുഭവിച്ച അനുഗ്രഹം പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ പറയാം, നിങ്ങളെപ്പോലെ ഞാൻ ആരെയാ സ്നേഹിച്ചിട്ടുള്ളത്? ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ ദൈവം, അത് തന്നെ ഒരു അടയാളമല്ലേ. എന്നിട്ട് കർത്താവ് പറയുക, സിംഹത്തെ ഇരയെ കാണുമ്പോൾ സിംഹം ഗർജിക്കുന്ന കർത്താവ് പറഞ്ഞിട്ട്, സിംഹത്തിന് ഇരയെ കൊടുക്കുന്നത് കർത്താവാണ് അത്രേ. മിണ്ടണ്ട ആരും അല്ലേ, ആരും മിണ്ടാതിരിക്കുക. കെണി വെക്കുന്നൊരു കർത്താവ്. അതേന്ന് തിരുവചനമാ പറയുന്നത്. നിന്നെ വീഴിക്ക കെണി വെച്ചിരിക്കുന്ന കർത്താവാണ്. ഒരു ധൈര്യക്കുറവൊക്കെ അങ്ങനെയൊക്കെ പറയാവുന്ന അതേടാ കൊച്ചേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ ഇതിന് വേണ്ടിട്ടാ. ഈ ബന്ധനം വിട്ടത് എന്തിനാ? ഈ കെട്ടിട്ടത് എന്തിനാ? ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോ ഈ ബന്ധനമഴിയുന്ന കാണണം. നീ ഈ കെട്ടഴിയുന്നത് നീ കാണണം. അതേപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ദൈവ പൈതലെ സംബന്ധിച്ച് ജീവിതത്തിൽ വരുന്ന എന്തു ആയിക്കൊള്ളട്ടെ, ഞാൻ ധൈര്യത്തോടെ ഈ വചനം ഇപ്പൊ പ്രസംഗിച്ചുകൂടി. എന്റെ ജീവിതത്തിൽ എന്തു വന്നോട്ടെ, I know it is with the knowledge of the Lord. എന്റെ കർത്താവിന്റെ അറിവോടുകൂടി അല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി വെച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി അവിടുന്ന് പരിണമിപ്പിച്ചിരിക്കും. പിന്നെന്തിനാന്ന് ഭയപ്പെടേണ്ട? നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഈശോ ചോദിച്ചില്ലേ? ഈശോ പറഞ്ഞില്ലേ? എഴുന്നേറ്റ് പാടെ ഈശോ പറഞ്ഞ എന്താ? നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? Why are you afraid of? Why are you scared? Hallelujah, hallelujah. ജീവിതം കയറി പോണം മക്കളെ. ജീവിതം എഴുന്നേറ്റ് നിൽക്കണം. എന്തിനാ? ഒന്ന് CA പഠിച്ചൊരു കൊച്ച്, അവള് 3ാമത്തെ തവണ പരീക്ഷ, 3ാമത്തെ തവണ CA ജയിക്കത്തുള്ളൂ. 1ാമത്തെ തവണ CA ജയിക്കണ്ട. എന്ത് പറ്റി? 3ാം തവണ ജയിച്ചപ്പോ എന്ത് പറ്റി? കർത്താവിന്റെ ആൾക്കാരും ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്തവള്.
ഈ കഴിഞ്ഞ പരീക്ഷയിൽ അന്ന് മുതൽ ഇന്ന് റിസൾട്ട് കിട്ടുന്നവര് എല്ലാ ദിവസവും ഈ പള്ളി വന്ന് പുണ്യാളനെ മാലയിട്ട് തിരികത്തിച്ച് അവൾ പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്യാത്തൊരു ആത്മീയ ജീവിതത്തിലേക്ക് ആ കൊച്ചു കടന്നു വന്നു. പർപ്പസ് മക്കളെ, ദൈവത്തിന് നമുക്കെല്ലാം ഒന്നും വ്യാഖ്യാനിച്ചു തരാനൊന്നും അറിയത്തില്ല, എല്ലാത്തിൻ്റെയും അർത്ഥമൊന്നും നമുക്ക് പിടികിട്ടുന്നില്ല. പക്ഷേ ദൈവസ്നേഹമാണിത്, ഇത് ദൈവസ്നേഹമാണ്. ഈ സംഭവിക്കുന്ന ദൈവസ്നേഹമാണ്, ഈ സംഭവിക്കുന്ന ദൈവസ്നേഹമാണ്, ഈ സങ്കടം ദൈവസ്നേഹമാണ്, ഈ തകർച്ച ദൈവസ്നേഹമാണ്, ഈ പരാജയം ദൈവസ്നേഹമാണ്, ഈ രോഗം ദൈവസ്നേഹമാണ്. നോക്കിയേ, പറയുക പട്ടണത്തിൽ ശത്രുവിനെ കൊണ്ടുവരുന്നത് ബൈബിള് വായിച്ചിട്ടില്ലേ? എൻ്റെ ദാസൻ നെബൂഖദ്നേസർ, അസീറിയ രാജാവിന്, ബാബിലോണിയ രാജാവിൻ്റെ കാര്യമായി പറയണേ. എൻ്റെ ദാസൻ നെബൂഖദ്നേസർ, ഒരു ദുഷ്ടനെ വെച്ചിട്ട് കർത്താവ് പറയാ എൻ്റെ ദാസൻ അവനെന്ന്. ജെറൂസലേം ദേവാലയം തീയിട്ട് കത്തിച്ച് നശിപ്പിച്ച ദുഷ്ടൻ, കർത്താവ് പറയാ എൻ്റെ ദാസൻ. കർത്താവ് അനുവദിക്കാതെ ഒരു നെബൂഖദ്നേസർ ഇതിനകത്ത് കയറത്തില്ല. ഉറപ്പിച്ച മക്കളെ, നിങ്ങൾ പേടിക്കല്ലേ. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നോ ന്യൂസിലൻഡിൽ നിന്ന് എവിടെയാണെന്നൊന്നും അറിയത്തില്ല, അവരുടെ വീടിന് താരണം മുട്ട കൊണ്ടുപോയി വെക്കുന്നെന്ന്. ഈ മലയാളിയുടെ ദുരന്തമേ, കൂടോത്രം ന്യൂസിലൻഡിൽ കൊണ്ടുപോയി കൂടോത്രം ചെയ്തേക്കുന്നവൻ. ഞാൻ പറഞ്ഞു മുട്ട നല്ലതാണെങ്കിൽ പുഴുങ്ങി തിന്നോളാൻ പറഞ്ഞു. അല്ല പിന്നെ ഇപ്പം എന്നാ പറയാൻ പറ്റുന്നത്? പേടിച്ച് നിൽക്കുക ഇവൻ. ഈ കടലിന്റെ മുകളിൽ കൂടെ ഒക്കെ വിമാനം പോയിട്ട് വിമാനം താഴെ പോകാതെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവൻ ഇനി മുട്ടയെ പേടിയാ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഫ്ലൈറ്റൊക്കെ പോയിട്ട് മുട്ടുന്നത്? ഈ മണ്ണിന് പൊങ്ങിക്കഴിഞ്ഞ് ഈ സാധനത്തിന് വെയിറ്റ് നിങ്ങൾക്ക് അറിയാവോ? ഇതെന്നാ സംഭവം? കടലിന് മുകളിൽ കൂടെ പോവുക, അക്കരെ എത്തി അത്രയൊക്കെ ഉള്ളന്നേ. ഇതെല്ലാം കഴിഞ്ഞ് ആ നാട്ടിലെത്തിയിട്ട് വീടിനെ മുറ്റത്താരണം മുട്ട വെച്ചെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നേക്കുക. ഒരു കാര്യം ചൈനീസ് മുട്ടയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതെന്തായാലും എൻ്റെ ഒറിജിനൽ മുട്ടയായിരിക്കും. പുഴുങ്ങി കഴിക്കാൻ പറ്റുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ പുഴുങ്ങി കഴിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ എടുത്ത് ദൂരോട്ട് കളയാൻ പറഞ്ഞു. നമ്മളെ നിന്റെ ഉള്ളിൽ ക്രിസ്തുവാണോ നിന്റെ ഉള്ളിൽ പിശാചാണോ? നിന്റെ ഉള്ളിൽ പിശാചാണ്, നീ തോറ്റുപോകും. നിന്റെ ഉള്ളിൽ ക്രിസ്തുവാണ്, നീ ജയിക്കും. ഭയപ്പെടാതെ ജീവിക്കും മക്കളെ. ജീവിതം ഏത് പരിസ്ഥിതിയാണെങ്കിലും ശരി, ഏത് ദുരന്തമാണെങ്കിലും ശരി, ഏത് തകർച്ചയാണെങ്കിലും ശരി, ഏത് കാറ്റുകൊള്ളുവാണെങ്കിലും ശരി, തിരുവചനം പറയും ഇതാ സൈന്യം നഗരത്തില് കാഹളം മുഴക്കുമ്പോൾ നീ അറിഞ്ഞോ ദൈവത്തിന്റെ സ്തുതിഗീതം ഉയരാൻ പോവുക, ദൈവത്തിന്റെ സ്തുതിഗീതം ഉയരാൻ പോവുക. അതേ മക്കളെ, നിന്റെ ജീവിതത്തിൽ ഉയരുന്നൊക്കെ ദൈവമഹത്വത്തിന്റെ അടയാളങ്ങളായി നിന്റെ ജീവിതത്തിലെ നിലവിളികൾ പോലും ഒരു ഹല്ലേലൂയ കീർത്തനമായിട്ട് വീണ്ടും പറഞ്ഞു കൊടുക്കുന്ന വാക്യം കേൾക്കണോ? തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താത്ത തൻ്റെ ദാസന്മാർക്ക് കർത്താവ് തൻ്റെ ദാസനായ പ്രവാചകന്മാർ തൻ്റെ രഹസ്യങ്ങൾ, ഇറ്റ്സ് എ മിസ്റ്ററി മക്കളെ. ഇതൊരു രഹസ്യമാണേ. നമ്മുടെ സങ്കടം ഒരു രഹസ്യമാണ്, നമ്മുടെ ദുഃഖങ്ങൾ ഒരു രഹസ്യമാണ്. ഇത് ക്രിസ്തു വെളിപ്പെടുന്നതിനാണ് നമ്മൾ രഹസ്യം, മിസ്റ്ററി എന്ന് പറയുന്നത്. നിന്റെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടുന്നതിന്റെ പേര് രഹസ്യം. തിരുവചനം ശ്രദ്ധിച്ചോ, അടുത്ത വാക്യം ശ്രദ്ധിച്ചോ. തൻ്റെ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ പ്രവാചകൻ വന്ന് പറഞ്ഞു, നോർത്തിൽ നിന്ന് വരുന്നുണ്ട് സൈന്യം, ആമോസിനെ കൊണ്ട് പറയിപ്പിച്ചു, ഇതാ നശിക്കാൻ പോവുക, എല്ലാവരും തീരാൻ പോവുക, ഒരുങ്ങിക്കൊള്ളാൻ. അവസാന വാക്യം എങ്ങനെയാ? കർത്താവിലെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളാൻ, പേടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത്. സന്ദർശനം നിന്റെ അവസാന ദിവസത്തിനെ പറ്റിയാണ് പറയുന്നത്. ഹാവ് യു പ്രിപ്പയർഡ് ഫോർ യുവർ ഫൈനൽ ഡേ? ഇന്ന് മരിച്ചാൽ നീ സ്വർഗ്ഗത്തിൽ പോകും പൈതലേ, ഇന്ന് മരിച്ചാൽ നീ സ്വർഗ്ഗത്തിൽ പോകും. ആർ യു റെഡി? ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന് വേണ്ടി ഒരുങ്ങിയ ഒരു ജീവിതമാണ് മക്കളെ, ദൈവത്തിന് വേണ്ടി പ്രകാശിച്ചു നിൽക്കുന്ന ഒരു ജീവിതമാണ്. കർത്താവിന്റെ ബലമായി, കർത്താവിന്റെ സങ്കേതമായി മാറുക, കർത്താവിന്റെ കരുത്തായി മാറുക.
ഹല്ലേലൂയ. ജീവിതം മുഴുവൻ ദൈവകരങ്ങൾ. ഏത് കാറ്റും ഏത് കോളും ആയിക്കൊള്ളട്ടെ, ദൈവമക്കൾ എഴുന്നേറ്റ് ഇരുകരങ്ങൾ തമ്പുരാന്റെ മക്കളിലേക്ക് ഉയർത്തി പിടിച്ചു. നീ ഭയപ്പെടണ്ട, നീ ഭയപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. നിന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുക. ഏത് ദുരന്തമാണെങ്കിലും ഏത് ദുഃഖമാണെങ്കിലും ഏത് തകർച്ചയാണെങ്കിലും നിയോഗമൊക്കെ സമർപ്പിച്ച മക്കള്, വേദനകളൊക്കെ സമർപ്പിച്ച, സങ്കടങ്ങളൊക്കെ സമർപ്പിച്ചു. സോയെ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ